എന്നിട്ട് അള്ളാഹു പറയാണ് അമ്മല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. അമ്മല്ലദീന ആമനു, എന്നാൽ അള്ളാഹു വിശദീകരിക്കുകയാണ് തഫ്സീലിൻ്റെ അമ്മല്ലദീന ആമനു, വിശ്വസിച്ചിരുന്നവർ, എന്നാൽ വിശ്വസിച്ചിരുന്നവർ, വഅമിലു അസ്വാലിഹാത്ത്, വഅമിലു പ്രവർത്തിക്കുകയും ചെയ്തവർ, വാവാത്തിഫിൻ്റെത് എന്താ പ്രവർത്തിച്ചത്? അസ്വാലിഹാത്ത്, സൽപ്രവർത്തികൾ. അപ്പോൾ വിശ്വസിക്കുകയും സൽപ്രവർത്തികൾ അനുഷ്ഠിക്കുകയും ചെയ്തവർ, ഈ അമ്മൻ്റെ ജവാബാണ് ഇവിടെ ഈഫ. ഫലഹും, അവർക്കുണ്ട് ജന്നാത്തുൽ മഅ്വ. ജന്നാത്തുൽ മഅ്വ, മഅ്വയുടെ സ്വർഗീയ തോട്ടങ്ങൾ. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയം ഇടാനുള്ള സ്ഥലം. ജന്നാത്തുൽ മഅ്വ, ജന്നാത്തുൽ മഅ്വ എന്ന് പറഞ്ഞാൽ സ്വർഗീയ തോട്ടങ്ങൾ. മഅ്വ എന്ന് പറഞ്ഞാൽ അഭയം തേടുന്ന സ്ഥലം, മടക്കസ്ഥാനം, മടങ്ങി ചെല്ലുവാനുള്ള സ്വർഗീയ തോട്ടങ്ങൾ എന്നാണ് ഉദ്ദേശം. ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. ഈ സ്വർഗീയ തോട്ടങ്ങൾ അത് നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. നുസുലൻ, അത് അവർക്കുള്ള സൽക്കാരമാകുന്നു, വിരുന്നാകുന്നു. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചിരുന്നത് കാരണത്താൽ. ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഈ നുസുൽ എന്നുള്ളത് ശരിക്കും അറബികൾ നുസുൽ എന്ന് പറയൽ ഒരു വിരുന്നുകാരൻ വന്ന ആദ്യത്തെ സ്വീകരണത്തിനാണ്. ആദ്യത്തെ സ്വീകരണത്തിനാണ് നുസുൽ എന്ന് പറയാം. ആദ്യം കൊടുക്കുന്ന സൽക്കാരം അത് ഗംഭീരമായിരിക്കും. പിന്നെ എന്ത് ചെയ്ത് മൊത്തത്തിൽ സൽക്കാരത്തിന് നുസുൽ എന്ന് പറയും. ഇവിടെ അതേപോലെയാണ്. ഫലഹും ജന്നാത്തുൽ മഅ്വ നുസുലൻ ബിമാ കാനൂ യഅമലൂൻ. അവർ പ്രവർത്തിച്ചിരുന്നത് കാരണത്താൽ അവർക്കുള്ള വിരുന്നായി അവർക്ക് ജന്നാത്തുൽ മഅ്വ, മടങ്ങി ചെല്ലുവാനുള്ള സ്വർഗീയ തോട്ടങ്ങൾ അവർക്കുണ്ട്.